പണ്ടൊരിടത്തൊരു നീലി ഉണ്ടായിരുന്നു, കളിയങ്കാട്ട് നീലി. അവൾ മനുഷ്യരുടെ ചോര കുടിക്കുമായിരുന്നു, അട്ടയെ പോലെ. It's not her, one fake, just a leech. Let's go. ഇതിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടോണം. ഞാൻ ലൈവിൽ വന്ന് തോറ്റു ചെയ്യും. നിന്റെ വാക്ക് നിന്റെ നാവില്ല. മനുഷ്യൻ നിന്നെ കാണുന്ന ഭേദം മാത്രം കൊണ്ട് കാലുവാരി തൂക്കി അടിക്കും നിന്നെ. ഞാൻ മേടിച്ചില്ല. ഇതാണ് വണ്ടി, അപ്പുറത്ത് കിടപ്പുണ്ട്. ഒന്നുമില്ല, ചുമ്മാ ഇറങ്ങിയതേ ഉള്ളൂ. ഇവര് എറണാകുളത്തുള്ള, ഞങ്ങള് അയ്യോ മഴയാണല്ലോ. ആരുമില്ല ഫ്രണ്ടി, കേറി മാത്രമേ ഉള്ളൂ. ഇളങ്കാട് വാഗമൺ റോഡ്. പണി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി?
പണി തുടങ്ങി പറഞ്ഞാൽ ആ പണി കഴിഞ്ഞു, പുതിയ പണി തുടങ്ങണം. അങ്ങനല്ല, മൊത്തത്തിൽ ഈ റോഡ് ആദ്യം ഒന്ന് പണിതെന്ന് പറഞ്ഞാൽ 2013 12-13 കാലഘട്ടത്തിലാണ്. പിന്നെ നമ്മുടെ ഈ മെയിൻ വർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018. അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഉരുള് പൊട്ടിപ്പോയി? എല്ലാ വർഷവും എല്ലാ വർഷവും. ഈ വർഷമുള്ളു പൊട്ടാത്തല്ലേ? താഴത്തെ കല്ലിൽ ചേർന്ന് ലാസ്റ്റ് 21 ഉരുൾ കഴിഞ്ഞപ്പം വലുതാക്കി. ഇപ്പൊ കുഴപ്പമില്ല. വെള്ളം ചേർന്ന് ഇവിടെ ഒരു മനുഷ്യനില്ല, നല്ല നീറ്റായിട്ട് ഇട്ടേക്കുന്നല്ലേ? നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പൊട്ടുന്ന ഈ ഭാഗത്താണ്. നമ്മുടെ ഏരിയയിൽ തന്നെ ചെറുതൊന്നുമല്ല. ഇങ്ങനെ പോകണ്ട ശരിക്കും. കോലാർമേട് അല്ലെ ചേട്ടാ? എങ്ങനെ ഇപ്പഴേ കോലാർമേട് നല്ല രസമായിരിക്കും. ഇവിടെ കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞിറങ്ങും. മഞ്ഞിറങ്ങും. ആരെ കൊണ്ടുവന്ന് ജാക്കറ്റ്? മഴ മാറി അന്നേരം മഞ്ഞ. ഇപ്പൊ നിൽക്കുന്ന അത് മഴ കൊണ്ട് ഇപ്പുറ സൈഡാ. അതെ, റോഡില്ല. അങ്ങനെ ഇത്ര ഇല്ല. പക്ഷേ ഉണ്ടല്ലോ, അമ്മാര് പോകുന്നത് ഫ്രണ്ടില്ലാത്ത വണ്ടിക്കാ. അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയേ പോകത്തുള്ളൂ. ഒറ്റ വണ്ടിക്ക് അവിടെ ഫ്രണ്ടില്ല. എന്നിട്ട് അങ്ങനെ നോക്കുമ്പോ അത് ആ വണ്ടിക്ക് ഇപ്പം പാടാ.
അത് പണി വീണ്ടും ആക്റ്റീവ് ആവുമോ ഇത്? ഇതോ ആ അതിന്റെ പണി കഴിഞ്ഞോ? എടുക്കുന്നവർക്ക് അത് അമ്മമാര് കൊടുക്കും. ഇത് ആരുടെ ഇത്? ഇത് മറ്റേ പണിക്കാരുടെ പഴയ പണിക്കാരുടെയാണ്. പഴയ വണ്ടി കേട്ടോ ഇല്ല ഇപ്പൊ. വണ്ടി പഴയ പോലെ വരുന്നില്ല ഇപ്പൊ. ഇല്ലല്ലേ? ഇതിനേക്കാളും വിശദമായിട്ടുള്ള സമയം എന്താണ് വണ്ടി ഇതുപോലെ തൂക്കുവലിങ്ങ. അതുകൊണ്ടായിരുന്നു. വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരു വ്യൂ ഇല്ല. വാർത്ത കാണത്തില്ല ചില മഴയ്ക്കൊക്കെ കിഴക്കൻ മേഖലയിൽ കൂടെ സഞ്ചരിക്കരുതെന്ന്. അങ്ങനെ ഒരു കാരണവശാലും സഞ്ചരിക്കാത്തൊരു സ്ഥലമായത്. ഇങ്ങനത്തെ മഴയ്ക്കല്ല, 3-4 ദിവസമൊക്കെ നിന്ന് പെയ്യുമ്പോ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നോ? ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. പോയി ആ വീട് അങ്ങ് പോയി. ഇരുന്നല്ല, അവിടെ നിന്ന് ഒലിച്ചു പോവായിരുന്നു. ആദ്യത്തെ ഊരിൽ ഇത് എവിടെ നിന്നായിരുന്നു? അതായത് ഒറ്റയടിക്ക് അങ്ങ് പോവല്ലായിരുന്നു, പയ്യെ പയ്യെ പോവായിരുന്നു. അപ്പൊ സാധനങ്ങൾ അവര് പയ്യെ എടുത്ത് മാറ്റി, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇപ്പൊ കുറെ അങ്ങനെ വീട് അങ്ങ് പോവായിരുന്നു. നല്ല വീട്. ആ വീട് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ഇതിലെ കൂടെ വരുമ്പം ആ വീട്ടിലെ ഉടമസ്ഥൻ പറയുക അവിടെ താഴെ പാറ പൊട്ടിക്കുന്നതിന്റെ വൈബ്രേഷൻ ഉണ്ടെന്ന് ഇവിടെ. എന്നിട്ട് പുള്ളി കുറെ സംഭവമൊക്കെ കാണിച്ച് സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വരുന്ന അടുത്ത് അതിന്റെ പിറ്റേ വർഷമാണ്. അപ്പൊ ഈ വീടില്ല. അന്നേരം ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. അതിന് ഈ വീട് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് പുള്ളി നമ്മളോട് പറയുന്നുണ്ട്. എന്നെ അവിടെ ചെറുക്കൻ ആദ്യം വിളിക്കുന്നേ, വീട് പ്രശ്നമായി വിളിച്ചു. ഗംഗാനം തന്നെ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഞാനും എന്റെ കൂടെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞ കാര്യമില്ല, പുള്ളിനെ എങ്ങനെയും വലിച്ചിറക്കാൻ പറഞ്ഞു. പിന്നെ ആ ചെറുക്കം വലിച്ചിറക്കരുത്, അത്രയും കഷ്ടപ്പെട്ട് പണിതല്ലേ. ഞങ്ങളൊക്കെ ഒന്ന് സഹായിച്ചിട്ടില്ല. പുള്ളി ഇറങ്ങിയല്ല, ഞാനും എന്റെ കൂടെ പോവാന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ എവിടെയാ അവിടെ? ഇപ്പൊ ഞെരക്കാട് സ്ഥലം കൊടുത്തായിരുന്നു സർക്കാർ 10 ലക്ഷം രൂപ. ഒരു ചെറിയ വീട് വെച്ചാണ് താമസിക്കുക. ഇവിടെ ആയിരുന്നപ്പോ എന്താ ആദായം എടുക്കുന്നതായിരുന്നറിയോ? പുളിയായിട്ടും പച്ചക്കറിയായിട്ടും. ഉടമ്പുളി തന്നെ ഉണ്ടായിരുന്നു ന്യായമായിട്ട്. ആ വീടിക്കത്തില്ലേ? തിരിച്ചു കയറി പോയോ? ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇങ്ങനെ ഒന്ന് നിർത്താം അല്ലേ? അല്ല കണ്ടവാനം അടിക്കും. എന്നിട്ട് ഭാസ്കരൻ ഞാനല്ലേ ഇവിടെ പുള്ളി വന്ന് കണ്ടുകൂടിയിട്ട് ഭയങ്കര മഴയും മഞ്ഞും. എന്നിട്ട് ഇവിടെ മേളിൽ കയറ്റി കൊടുത്തേ, ഇവിടെ വന്ന് ഇവിടെ കയറ്റി കൊടുത്തു. എന്നിട്ട് പുള്ളി ചോദിക്കുക ഒരു 10,000 രൂപ കൊണ്ട് അക്കൗണ്ടിലോട്ട് ഇട്ടാൽ കൊടയൊന്നും കാര്യമില്ല. അതിലെ കൊട പോവേ. എന്റെ കോട്ട പറന്നു പോക്കോളൂ. അങ്ങോട്ടെങ്ങാനും വേണ്ട, നീ എടുത്തു. അതേ വണ്ടിക്ക് അത് കളഞ്ഞാലേ നല്ല നനഞ്ഞു. എന്നെ രസം പോകാന്നോ? ആ പോയി. ഞാനൊരു വന്നപ്പം കൊണ്ട് ടെൻ്റ് അടിച്ച ആളുകളാണ് ഇതിന്റെ പോകണോ? ഇത് നമ്മുടെ താലൂക്കിലെ സർവേറാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് വാഗത്തോട്. മേളില വാഗമണ്ണെത്തി അല്ലേ? 16 കിലോമീറ്റർ.
ഇറങ്ങി പോവോ? അല്ല ഇത് ഇവിടെ വരെയുണ്ട്. ആ ആ. ഇതെല്ലാം ഇങ്ങോട്ടാ ഇവിടെ നോക്കുന്നത്. ഞാൻ മാറി വണ്ടി കയറ്റി ഞങ്ങൾ അതിന്റെ മുകളിൽ പോയി. ഇതോ ഇവിടെ അപ്പുറത്തൊരു വഴിയില്ല അങ്ങോട്ടാ, അത് കുരിശുമല. മഞ്ഞുണ്ടാ ഇവിടുന്ന സെറ്റാകുന്ന ടൈം ലാപ്സ് വെക്കണ്ട, അടിപൊളിയാ. എവിടെ പോയി പിന്നെ ആലോചിച്ചു. അത് റോഡല്ലേ? അതിലാണോ നമ്മള് വന്നേ? നമ്മൾ വന്ന വഴി മനുഷ്യ നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് നോക്കിക്കൂടെ? എന്നിട്ട് ഇട്ടില്ല, മോശമല്ലേ? നല്ല ലുക്കുണ്ട് കേട്ടോ. നോക്ക്, ഇത്ര ഒരു നോക്ക്. മുടി എടുത്ത് അത് കൊള്ളാം, നല്ലതാ. കൊള്ളാം. ഞാനും കൂടെ ഒന്നും കിട്ടട്ടെ. കുരിശുമലയുടെ അതിൽ വന്നിട്ട് താഴെ ഇങ്ങോട്ട് കയറാം. നമ്മുടെ വന്ന വഴിക്ക് ജീപ്പ് മാത്രമേ വരുള്ളൂ. ഇത്ര നേരം ഇവിടെ വരുന്ന വഴി തണുപ്പില്ലായിരുന്നല്ലേ? ഇവിടെ വന്നപ്പോ ഇവിടെ വരുമ്പോ തണുപ്പ്, മഴ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഉണ്ടോ? ഫോൺ എടുത്തോണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഒരു കുഞ്ഞു കൊച്ചാടോ പോട്ടെ. രണ്ടേ ഉള്ളൂട്ടോ ടൈമർ. മതിയെന്നേ.
അതല്ല ഞാൻ ഈ ഇതിലൊക്കെ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. വീഗാലാൻഡിൽ പോയ തള്ളു പിടിച്ചിരിക്കാൻ പറ്റുമോ? കണ്ണാടി ഈ സീറ്റെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് വിട്ടിട്ട് അവരവിടെ പോയി അതിന്റെ പുറത്ത് കയറി ഇരുന്നോളെ പറഞ്ഞു ഇരുന്നോളെ. അവിടെ ചവിട്ടി കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ പള്ളിയുടെ അടി വെച്ചോ? വീട്ടിൽ അച്ഛനും അമ്മച്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മഴയില്ലാത്ത സ്ഥലമല്ല. പക്ഷെ ആ നിരക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി അങ്ങോട്ട് കയറിയിരിക്കുന്നത് ഗോൾഡൻ ലീഫ് അവാർഡ് ഉണ്ടോ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്. ടവർ പാരഗ്ലൈഡിന്റെ ഇത് കിട്ടുന്ന. ഓ അതാ ഞാൻ പറഞ്ഞത്. പാട്ട് വെച്ച എന്റെ അമ്മോ. കേക്കറിന വെളിയിലാണോ? പറഞ്ഞോ. നീ മൊത്തത്തിൽ ഓവറാ. കൂടെ കയറിയ പോയത്. പുറകെ പോകണോ? ഞാനപ്പം കുറച്ച് വീഡിയോ എടുക്കും. അല്ലേ?
കയറ്റായിരുന്നേ. ഇവിടുന്ന് തൊട്ട് ആ പൈപ്പ് ഇടാൻ അവിടെ തൊട്ട് പുറകോട്ട് വീടാണ്. ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അവിടെ ഇങ്ങനെ കൊടുങ്ങായിക്കൊടങ്ങ് പോയി. ഈ ആണ്ട ഇവിടെ ഉള്ളു പൊട്ടാത്തതുള്ളൂ. എണ്ണം കഴിഞ്ഞാണ്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. ആ ശരിയാ. ഓ ലൈറ്റൊന്നും വേണ്ട. ചെറിയ വെട്ടം ഇവർക്ക് വെട്ടം പോലും ആവശ്യമില്ല. നിങ്ങൾ കയറി വരില്ല. കളങ്കാടിന് ഇത് ഒരു ദിവസം അല്ല, എല്ലാ ദിവസവും ഇങ്ങനെ അല്ല അല്ലേ? എല്ലാ ദിവസവും നടക്കും. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വായു, നല്ല വെള്ളം, നടപ്പ് നല്ല നടപ്പ്. വലിയെന്താ പാലമായിരുന്നു, പാലം പോയതാ. ഇത് എപ്പോഴത്തെ ഇതില് പോയതാ ഇങ്ങനെ? ആണോ? ആ എന്നായിരിക്കുന്നു? എന്നാ ഉണ്ട്? വാഗമണ് വരെ. ആ എന്നാ ഉണ്ട്? ഇതെന്നാ പറ്റിയാ? ഒരു മാസമായി. ഇച്ചിരി ദോശ കഴിക്കാന്ന് പറഞ്ഞ് മേടിച്ചോണ്ടൊന്ന് കഴിച്ചത്. അതിപ്പോ കഴിച്ചപ്പോ ഭയങ്കര അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു. നമ്മുടെ ഇല്ലാതെ എനിക്ക് മനസ്സിലായില്ല. എവിടെ പോയില്ല ഇവിടെ? ഞങ്ങൾ വാഗമണ് വരെ. എങ്ങനെ അക്കരെ? ജീപ്പിന് പോയി. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നേ. അതാ ദോശ ഇച്ചിരി തിന്നാന്ന് പറഞ്ഞ് എന്റെ ചെന്ന് മേടിച്ചോണ്ട് ഇതുവരെ ഒന്നും വായിക്കൂടെ കഴിച്ചില്ല. എത്ര നാളായി ഇപ്പൊ? ഇപ്പൊ 6 മാസമായി. ഈ മൂക്കിൽ കൂടെ കൊടുക്കുന്നേ. നാളെ കഴിഞ്ഞ് ചെല്ലുമ്പോ ട്യൂബ് ഊരണം. ട്യൂബ് ഊരും ചിലപ്പോ അവരെ വായിക്കൂടെ ദോശ കഴിക്കാതെ ഞാൻ പറഞ്ഞ ജ്യൂസായിട്ട് വായിക്കൂടെ കഴിക്കാം. അത് കഴിക്കാതെ ഇപ്പൊ ദോശ കഴിച്ച ഒന്നുമില്ല.
കാര്യം കൂടെ പറഞ്ഞേക്കണം. ആ പറയാം. അങ്ങോട്ട് പോയ പരിട് ഞാൻ അത് ഇടയ്ക്കൊക്കെ ഇതിലേ കൂടെ പോയി, അന്നേരം ഒന്ന് നോക്കും, അറിയത്തില്ല. ഞങ്ങളില്ല, ഞങ്ങൾ മിനിഞ്ഞാന്ന് കാരിത്താസിന്ന് വന്നേ. ഒരു 2-2.5 മാസത്തോളം മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ വയറ് വീർത്തിട്ട് ഒരാഴ്ചയായിട്ട് കാരിത്താസിലായിരുന്നു. 4 നാളാ വന്നേ. വന്നപ്പോ ഞാൻ പറഞ്ഞു നാളെ കഴിഞ്ഞ് ഇനി മെഡിക്കൽ കോളേജിൽ ഇതിന്റെ ചെക്കപ്പിന് പോകണം. അന്നേരം അവര് വായ്പൂടെ കഴിച്ചില്ലെങ്കിൽ അവര് തൂരിയായി. ഇപ്പൊ ദോശ കഴിച്ചു കരഞ്ഞോണ്ടിരിക്കുക. അന്നേരം വരുന്നത് ആൾക്കളിന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ അകത്ത് കണ്ടപ്പോ. റേഡിയേഷൻ ചെയ്തിട്ടേ 30 റേഡിയേഷനും 14 വർത്താനം പറയാൻ നമുക്ക് പാടല്ലേ. ഇപ്പഴാ ഇച്ചിരിയൊക്കെ തിരിയുന്നേ. ഇനിയിപ്പോ വായിക്കാത്ത എല്ലാം കരിയണം. വാ മൊത്തം റേഡിയേഷൻ ചെയ്ത് കൊമളച്ചിരിക്കുകയല്ലേ. അങ്ങനെ വിളിച്ചു വെച്ചിട്ട് ഇറങ്ങിയോട്ടെ. ഉണ്ടാക്കാൻ പോണേ നീ? ഉണ്ടാക്കാത്താ? രാജേഷൊക്കെ കേറി പോയല്ലോ. പോവാ. തെലങ്കാനത്തിൽ വരുമോ? ആ പാഴ്സലാ പാഴ്സലാ പാഴ്സലാ. വീണ്ടും ഹാപ്പി ബർത്ത്ഡേ. ആ ഉടനെ ഉടല്ലോ അല്ലേ? അവൻ കൂടെ തന്നേ കാര്യം. 17 അല്ലേ? വിളിച്ചേക്കാം. പതിനേഴാം തീയതി ആണോ? അതെ. അതാക്കുവേ സൈഡിൽ ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല.